അപ്പൊ നമ്മളിതാ ഷിക്കാര റൈഡ് എടുത്തിട്ടുണ്ട്. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ചിക്കൻ കബാബ് ഫ്രണ്ട്സ്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ATM ഉണ്ട്. നമ്മുടെ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ATM ആണിത് ഫ്രണ്ട്സ്. ഈ കാണുന്നത് 60 വർഷം പഴക്കമുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. അതായത് നമ്മുടെ ദാൽ ലേക്കിന്റെ മുകളിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ടൗൺ ആണ്. 60 വർഷം പഴക്കമുള്ള ഒരു ടൗൺ ആണിത്. കശ്മീരി കാവ കിത്തനായ 50 രൂപീസ്. അമ്മൂസ് നല്ല VIP പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ആൽമണ്ട് പൊടിച്ചിട്ടിക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് പിന്നെ റോസ് പെറ്റൽസില്ലേ ഡ്രൈ നമ്മുടെ റോസാപ്പൂ ഉണക്കി ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ കബാബ് എത്തിയിട്ടുണ്ട്. 4 പീസ് കബാബാണ് നമ്മൾ ഓർഡർ ചെയ്ത്. നമസ്കാരം. അപ്പൊ നമ്മള് ശ്രീനഗറാണ് ഉള്ളത്. ഇന്നലെ രാത്രി ഞങ്ങളിവിടെ എത്തി. ഇപ്പൊ ഞങ്ങളുള്ളത് ഇതേ ദാൽ ലേക്കിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുള്ളത്. ഇവിടെയാണ് ഷിക്കാര വള്ളങ്ങളും ഷിക്കാര റൈഡും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു ഷിക്കാര റൈഡിൽ കയറാൻ പോവാണ്. ഞങ്ങളുടെ ഓരോരുത്തർ പോകുന്നുണ്ടല്ലേ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഘട്ട് നമ്പർ 2ലാണ്. ഇവിടെ ഓരോ ഘട്ട് നമ്പറുകളായിട്ടാണുള്ളത്. അപ്പോൾ ഓരോ എൻട്രൻസിലും നിങ്ങൾക്ക് ഷിക്കാര റൈഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഓരോരുത്തർ ചൂണ്ടിടുന്നുണ്ട്. നിങ്ങൾ വന്ന ഉടനെ കുറേ പേര് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ മുഴുവൻ മിലിറ്ററിയുടെയും പോലീസിൻ്റെയും ഫുൾ കാവലാട്ടോ, ഫുൾ ടൈം ഉള്ളത്. ഒരുപാട് പേര് റോന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാ കോർണറിലും എല്ലാ ഏരിയയിലും നമുക്ക് മിലിറ്ററിനെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ താമസിക്കുന്നത് ഇവിടുന്ന് ഒരു 500 മീറ്റർ നടക്കാനുള്ളൂ. ദാൽ ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഘട്ട് നമ്പർ 2ന്റെ നേരെ ഓപ്പോസിറ്റ് 500 മീറ്റർ നടക്കാനുള്ളൂ. അപ്പോൾ നമ്മളിതാ ഷിക്കാര റൈഡ് എടുത്തിട്ടുണ്ട്. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നിറയെ ഷിക്കാരകൾ നിർത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ പോവാണ്. 1 മണിക്കൂർ നേരെയുള്ള ഒരു ബിഗ് റൗണ്ടാണ് നമ്മൾ പോകുന്നത്. അമ്മ ഓൾറെഡി കയറി ഇരിക്കുന്നുണ്ട്. പോവാം. അമ്മൂസ് നല്ല VIP പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ ഒരു റൈഡ് എടുത്തിട്ടുള്ളത്. ഈ പുറകിൽ കാണുന്ന ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കുറേ പേര് വരും കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ബാർഗൻ ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ഉധർ സബ് ജാനാ ഹൈ. ഗാഡി ഹമാരെ പാസ് ഹൈ. അപ്നി ഗാഡി ഹൈ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ റൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ, ഫുഡ് ഐറ്റംസ്, ഡ്രസ്സുകൾ എല്ലാം വിൽക്കുന്ന ആൾക്കാരൊക്കെ വരും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഷിക്കാരയിൽ വരും. അപ്പം അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ശ്രീനഗർ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റൈഡാണ് കേട്ടോ ഈ ഷിക്കാര റൈഡ്. അപ്പോൾ ആദ്യത്തെ ആൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഈ സൈഡിലെല്ലാം കാണുന്നത് ഹൗസ് ബോട്ടുകളാണ്. നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ നല്ല നല്ല പ്രൈസിനൊക്കെ കിട്ടുന്നതാണ്. कश्मीरी कावा कितना है? 50 रुपीस है एक कावा की. 50 रुपीस. एक चाहिए और 2 വേണം. एक दे दो. छुट्टा है आपके पास? गूगल पे कर सकते. हाँ, गूगल पे कर सकते हैं. അപ്പോൾ നമ്മളൊരു കാശ്മീരി കാവ കഴിക്കുകയാണ്. എന്തൊക്കെയാകുമ്പോൾ ഇതിന്റെ പ്രത്യേകത? നമ്മളെ ഏകദേശം ഒരു കട്ടൻ ചായ സംഭവമാണ്. അങ്ങനത്തെ എന്തോ ആണ്. അതില് നല്ല ആൽമണ്ട് പൊടിച്ചിട്ടിക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് പിന്നെ റോസ് പെറ്റൽസില്ലേ ഡ്രൈ നമ്മുടെ റോസാപ്പൂ ഉണക്കി ചെയ്തിട്ട് പിന്നെ ഗ്രാമ്പൂ പട്ടയൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറാണ് വരുന്നത്. കഴിക്കാൻ എങ്ങനെയുണ്ട്? കുടിക്കാൻ നല്ല രസമുണ്ട്. കൊള്ളാം. അപ്പൊ ഇതാണ് കാശ്മീരി കാവ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഏട്ടാ എങ്ങനെയുണ്ട്? അപ്പൊ കാശ്മീരി കാവ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ ആൽമണ്ട്സ് ഉണ്ട്, സഫ്രോൺ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ കുടിക്കാൻ നല്ല രസമാണ്. നിരവധി ഷിക്കാരകളാണോ ഈ സമയത്തുള്ള. ഈ ഒരു ടൈമാണ് നിങ്ങൾ എടുക്കേണ്ടത്.
ഈവനിങ് ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അധികം എന്താ പറയാ, തണുത്തൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഫ്രണ്ട്സ്, ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ATM ഉണ്ട്. നമ്മുടെ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ATM ആണിത്, SBIന്റെ. എന്താ അല്ലേ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ATM. चिकन कबाब है, कितना है? कितनी है? इतना है ना, कितना पैसा रहना ഇതിന്? 300. हाँ 250 दूंगा सर जी उतना बार्गेनिंग हो जाएगा। आप बोलिए सर उतना नहीं हो जाएगा। कितना का दे सकते? 400 देगा सर। नहीं नहीं 400 नहीं जाएगा। फिर कितना? हम भी कमाना चाहिए ना कुछ, फिर क्या फायदा है सर? लास्ट 300 दे दो, नहीं तो नहीं जाएगा। 350 देगा बस। नहीं, वो नहीं नहीं, करना है कसम से, 300 कसम से वो नहीं करना है। पहला कस्टमर हम छोड़ता No नहीं। problem. 50 रुपए के लिए मत छोड़ो, आगे No भी खाएगा सर। No problem. मगर मजा की टेस्टी की बात नहीं है, मजा आना चाहिए सर। बोलो सर, 50 रुपए से बड़ा ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഈ ഷിക്കാര റൈഡ് നല്ല രസമുണ്ട്. ഒരു ഈവനിങ് ടൈം നമ്മുടെ ദാൽ തടാകത്തിലൂടെ ഇങ്ങനെ ഷിക്കാരയിൽ പോകാൻ നല്ലൊരു സുഖമാണ്. കൂടാതെ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വരും കുറേ സാധനങ്ങൾ വിൽക്കാനായിട്ട്. കാശ്മീരി കവ, ഷോള്, ഫുഡ് ഐറ്റംസ്, അതായത് കബാബൊക്കെ വിൽക്കാൻ വരും. നമ്മളിപ്പോൾ ഒരു കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അയാൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഒരു കുറച്ച് സമയം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് സമയം ഇവിടെ എത്തും കബാബ്. ഇത് കൂടാതെ ഈ കാണുന്നതെല്ലാം ഹൗസ് ബോട്ട്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ദാൽ തടാകത്തിൻ്റെ അകത്ത് സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ഇത് ലോട്ടസ് ലേക്ക് ആണ്, അതായത് താമര. നമ്മുടെ ലേക്കിന്റെ നടുവിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ചെറിയ ലോട്ടസ് ലേക്കിന്റെ നിറയെ താമരയാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്നത് 60 വർഷം പഴക്കമുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. അതായത് നമ്മുടെ ദാൽ ലേക്കിന്റെ മുകളിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ടൗൺ ആണ്. 60 വർഷം പഴക്കമുള്ള ഒരു ടൗൺ ആണിത്. ഇപ്പം അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇപ്പോഴും. ഗൈസ്, അപ്പം നമ്മളെ കബാബ്, നമ്മൾ ഓർഡർ ചെയ്ത കബാബ് ഇതാ വന്നോണ്ടിരിക്കുന്നതാണ്. പുള്ളി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാണ്. ഇതാ ഓൾമോസ്റ്റ് റെഡി ആകുന്നുണ്ട്. വേറൊരു ഷിക്കാരെ വെള്ളമാണ് കേട്ടോ, അതിലാണ് പുള്ളി വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിട്ട് വരിക. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കബാബ് എത്തിയിട്ടുണ്ട്. 4 പീസ് കബാബാണ് നമ്മൾ ഓർഡർ ചെയ്ത്. 350 രൂപയാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞത് 500 നമ്മൾ ബാർഗൈൻ ചെയ്തു. അതൊരു 350 നമ്മൾ വാങ്ങിച്ചു. കബാബുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ വേറെന്തോ ആയിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഈ കാണുന്നതാണ് ഗോൾഡൻ ലേക്ക്. കബാബ് അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ആംബിയൻസ് പ്രത്യേകിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് കബാബ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം സമയം ഇരുട്ടി തുടങ്ങി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വട്ടം മസ്റ്റായിട്ട് നല്ല നമ്മൾ 2 പേര് മാത്രമായിരുന്നു. അപ്പോൾ രാജകീയമായിട്ട് നമുക്ക് ഇരിക്കാം. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേര് ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ട് വരും. ഷോള്, ഫുഡ് ഐറ്റംസ്, ചായ, കബാബ്, അത് ഇത് മറ്റേ വരും. നമ്മൾ ഇതുവരെ വന്ന പോലെ നമുക്ക് രാജസ്ഥാനും ഗുജറാത്തൊക്കെ ചിക്കൻ്റെ
ഓ ഒരു ചിക്കൻ്റെ സ്മെൽ അടിച്ചാൽ മതി രാജസ്ഥാനിലൊന്നും തീരെ കിട്ടാനില്ലായിരുന്നു. എവിടെ ഗുജറാത്ത് നോക്കിയാലും കബാബ്സ് ആട്ടോ, ചിക്കൻ ടിക്ക കബാബ് ഒക്കെ. ഈ ഫ്ലോട്ടിംഗ് അതായത് ദാൽ ലേക്കിന്റെ തൊട്ടടുത്തുള്ള ഈ വഴിയിൽ മുഴുവൻ സ്ട്രീറ്റ് ഫുഡിന്റെ കച്ചവടം കേട്ടോ. അപ്പൊ നമുക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്തൊക്കെ കച്ചവടമുള്ളതെന്നൊക്കെ. ഈ ദാൽ ലേക്കിന്റെ തൊട്ടടുത്ത് മുഴുവൻ സ്ട്രീറ്റ് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇവിടെ ഇതെന്തായിരുന്നു? പാനിപ്പൂരി. പെട്ടെന്ന് പേരിട്ടില്ല, പാനിപ്പൂരി. പക്ഷെ ഞങ്ങള് പുറത്തുനിന്ന് കഴിക്കാൻ പേടിച്ചിട്ടാ കേട്ടോ കഴിക്കാത്തത്. ഇവിടെ നമ്മുടെ കോണുണ്ട്, കോണിന്റെ കച്ചവടം കുറേ ഉണ്ട് ഇവിടെ, മുഴുവൻ കോണിന്റെ കച്ചവടം ഉണ്ട്. നിങ്ങൾക്ക് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് വേണേൽ അതുകൊണ്ട് കേട്ടോ, തൊട്ടടുത്തെല്ലാം നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വളരെ വലിയ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ദാൽ ലേക്കിന്റെ അടുത്തുണ്ട് കേട്ടോ. അതല്ലാതെ ഓറഞ്ച് സ്ക്യൂസ് ചെയ്തിട്ട് അതിന്റെ ജ്യൂസൊക്കെ തരുന്ന പരിപാടി, അങ്ങനത്തെ പല പല കച്ചവടങ്ങളുണ്ട്. പിന്നെയും പാനിപ്പൂരി വന്നിരിക്കുകയാണ്. ഇവിടെ പിന്നെയും പാനിപ്പൂരി ഉണ്ട്, പിന്നെയും ഓറഞ്ച് ഉണ്ട്. അതായത് ദാൽ ലേക്കിന്റെ തൊട്ടടുത്ത് നിറയെ കടകളുണ്ട് കേട്ടോ. ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദാൽ ലേക്കിന്റെ തൊട്ടടുത്ത് ഇരിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല സമാധാനം കൊണ്ട് ഇരിക്കാൻ അല്ലേ, നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. പിന്നെ ഇവിടെ മുഴുവൻ സേഫാണ്, നല്ല സേഫാണ്. ഇവിടെ ഒരു മിലിറ്ററി എന്നല്ല, ഒരു വണ്ടി നിറയെ മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടാവും, പോലീസുകാരുണ്ടാവും. നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ വരുമ്പോൾ നല്ലൊരു റേറ്റിംഗ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ, സ്ട്രീം റെസ്റ്റോറൻറ്റ്. നമ്മൾ കയറിയിട്ടില്ല, നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയായിരുന്നു, പക്ഷേ ഇവിടെ തുറക്ക് 12 മണിക്കാണ് ഉച്ചയ്ക്ക്. അപ്പം സൈഡിലെല്ലാം കുറേ നമുക്ക് കച്ചവടക്കാരെ കാണാം. ലേക്ക് വിസിറ്റ് ചെയ്യേണ്ട രാത്രി കേട്ടോ, നല്ല വ്യൂ ആണ്, നല്ല ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാം. കുറേ നല്ലപോലെ ഷോപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ കബാബ് ഇഷ്ടപ്പെട്ട് രണ്ടാമത് കബാബ് പറയുകയാണേ. കബാബ്, ഐ ലവ് കബാബ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ദാൽ ലേക്കിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞുള്ള കുറേ സ്ട്രീറ്റ് വ്യൂവും ഫുഡും ഒക്കെ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് കബാബ് പിന്നും വാങ്ങിച്ചു കേട്ടോ. അതായത് ദാൽ ലേക്കിൻ്റെ കബാബ് കഴിച്ചു, ഇഷ്ടമായി, ഞങ്ങൾ പിന്നും വാങ്ങിച്ചു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റൂമിലെത്തി. ദാൽ ലേക്കിൽ ഒരു 400 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂമെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. നമ്മളിതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ താമസിക്കുന്നത്. ഇവിടെ അനാറൊക്കെ ഉണ്ട് കേട്ടോ, അനാർ കാണിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ വെച്ച് വൈകിട്ടാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.